എടി ശീലാവതി, ശങ്കുണ്ണിയല്ലേതാ വരുന്നത്? അയ്യേ, ചേട്ടൻ വരുന്നു. ചോറ്റുകുട്ട എവിടെ? നിന്നോടാ ചോദിച്ചത്. ചോറ്റുകുട്ട എവിടെയെന്ന്. കൊണ്ടുപോയി ചോറ് മുഴുവൻ വിറ്റോ? എന്നിട്ട് കാശെവിടെ? കാശെവിടെയെന്ന്. വരുന്ന വഴി വാസവണ്ണം 10 പേരോട് ഒറ്റയ്ക്ക് നടിക്കുന്നത് കണ്ട് ഞാൻ അങ്ങോട്ട് ചെന്നു. പിന്നെ ശബരിമലയിൽ ശരംകുത്തിയാലിന്റെ അടുത്ത് നിൽക്കുന്നത് പോലെ തോന്നി. വലിയ വെടി ചെറിയ വെടി, വലിയ വെടി ചെറിയ വെടി. എനിക്ക് ബോധം വീണപ്പോ കൈ ചോറ്റൂട്ടയില്ല, പോക്കറ്റ് രൂപയില്ല. നിന്നെ ഞാനിന്ന് ശരിപ്പെടുത്തും. ഒന്നും രണ്ടൊന്നുമല്ല, 24 പൊതിച്ചോറാ തന്നയിച്ചത്. എവിടെയാ രൂപ? അയ്യോ അമ്മേ, ശങ്കുണ്ണിച്ചേട്ടനെ തല്ലല്ലേ. 24 പൊതിച്ചോറാണോ അതോ എനിക്ക് ശങ്കുണ്ണിച്ചേട്ടനോടുള്ള സ്നേഹമാണോ അമ്മയ്ക്ക് വലുത്? വല്ല തല്ലിപ്പൊളി സിനിമയും കണ്ടിട്ട് അതിന് സിനിമ നടികൾ പറയുന്ന കൊച്ചു വർത്തമാനം പറഞ്ഞാലുണ്ടല്ലോ. ചേട്ടാ, ചേട്ടൻ വരൂ. ഈ സ്ത്രീക്ക് സ്നേഹത്തിന്റെ വില അറിയില്ല. ആരാണ് ഇതിന്റെ സ്ത്രീ? പെണ്ണായാൽ ആഭിജാത്യത്തിലെ ശാരദയെ പോലെ ഇരിക്കണം. സ്നേഹിക്കുന്ന പുരുഷനോടൊപ്പം എല്ലാം ഉപേക്ഷിച്ചിറങ്ങി പോകണം. എന്ത് ചെയ്യാം, മധുവിനുള്ള തന്റെ ഇടം എന്റെ ശങ്കുണ്ണിച്ചേട്ടൻ ഇല്ലാതെ പോയി. ആ ചായ വേണം പങ്കിയേക്കാം. അയ്യോ എന്റെ ചേട്ടാ, ചേട്ടൻ എന്താ ഇത്ര ശ്രദ്ധിക്കാത്തത്? ഇങ്ങനെയാണോ ബട്ടൺസ് ഇടുന്നത്? രാവിലെ ഞാൻ ഭംഗിയായിട്ടിട്ട് തന്നതല്ലേ. എടി എടി എടി, ആടാതെ അകത്ത് പോകുന്നുണ്ടോ? വന്നിരിക്കുന്നതിനെ രൂപ 24 തുളച്ചിട്ട് വന്നിരിക്കുന്നത്. ചേട്ടാ, എളുപ്പം കഴിച്ചു വാ, ഇല്ലെങ്കിൽ കൂട്ടാനൊക്കെ ആര് പോവും. ഇന്ന് എന്തൊക്കെയുണ്ടെന്നറിയാവോ? വെട്ടിച്ചേമ്പ് അവിയല്, നത്തോലി മാങ്ങയും കൂടെ പറ്റിച്ചത്, പിന്നെ നമ്മുടെ കമലാക്ഷി ചേച്ചിയുടെ വക സ്പെഷ്യൽ 1 തരം അയലക്കറി. ഒന്ന് എഴുന്നേക്ക് കേട്ടാ, അറിയാ പിന്നെന്തിനു കൊള്ളാം. എനിക്ക് വിശപ്പില്ല, എല്ലായിടത്തോട്ട് പോ. എന്തിനായിട്ടാ കള്ളം പറയുന്നത്? അടുത്ത് വന്നിട്ട് വയറ് കരിഞ്ഞ് മണം വരുന്നു. ഞാൻ പറയുന്നത് എനിക്കൊന്ന് ചോറ് വേണ്ട. ഇങ്ങനൊരു കുഴിമടിയൻ. എഴുന്നേറ്റ് പോയി കൈ കഴുകാൻ വയ്യല്ലേ? സാരമില്ല, ഞാൻ കുഴിച്ചുതരാം. നീ പോണേ. ഇത് നല്ല കൂത്ത്. ഇന്നെന്താ കൊച്ചു കുഞ്ഞിനെ പോലെ ശാഠ്യം പിടിക്കുന്നത്? വേഗം ചോറ് കഴിച്ച, ഇല്ലെങ്കിൽ എനിക്ക് ദേഷ്യം വരും. എനിക്ക് ചോറ് വേണ്ട, തേങ്ങാക്കൊലയും വേണ്ട. എന്തിനാ പെണ്ണെ വെറുതെ കരയുന്നത്? നിന്റെ ചേട്ടനെ ഇവരെല്ലാം കൂടുതലാ. തടിമിടുക്കുള്ള ഒരു പെണ്ണ് ഭാര്യയായിട്ട് വരുമ്പോൾ അവളതങ്ങ് ഊരിയെടുത്തോളും. പോയി മുഖം കഴുകു. ചേട്ടനും കൊള്ളാം, അനിയത്തിയും കൊള്ളാം. അയ്യോ, കള്ളാണെങ്കിൽ ഒരു 6 കുപ്പി, പട്ടയാണെങ്കിൽ ഒരു 400 മില്ലി. കേറിപ്പോയ ആ ലക്ഷണം കണ്ടിട്ടേ ദേഷ്യം മാറിയ മട്ടില്ല. നീയും കൂടെ വീർപ്പിച്ച് കെട്ടിയിരിക്കാൻ അകത്ത് നിന്ന് ചോറ് വിളമ്പിക്കൊടു. ഞാൻ പോണു. വായട്ടാ, ചോറിന എഴുന്നേക്കേട്ടോ. ഓർമ്മ വച്ചതിൽ പിന്നെ ഈ ചേട്ടൻ നിന്റെ ദേഹത്ത് ഒരു മണ്ണ് പോലും നുള്ളിയിട്ടിട്ടില്ല. ഇന്ന് ഞാൻ നിന്നെ തല്ലി, നീ എന്നെ തല്ലിക്കോ? ഇങ്ങനെയൊക്കെ പറഞ്ഞ എനിക്ക് ദേഷ്യം വരും. ഞാൻ വഴക്ക് പറയും. നീ എന്നെ വഴക്ക് പറയണം. എന്നെ സ്നേഹിക്കാനും ശകാരിക്കാനും നീയല്ലാതെ മറ്റാരുമില്ല. കണ്ട പട്ടികളൊക്കെ എന്നെ വഴക്ക് പറയുമ്പോ ഞാൻ തല കുനിച്ചെന്ന് കേൾക്കുന്നത് നിന്നെ ഓർത്ത് മാത്രമാണ്. ആരാ ചേട്ടന് വഴക്ക് പറഞ്ഞത്? ആ എഞ്ചിനീയർ രവി. അല്ലാതെ അവൻ ഇന്നെ എന്തെല്ലാം പറഞ്ഞെന്നറിയാമോ? ആ ദേഷ്യത്തിലെല്ലാം മറന്നിരുന്നപ്പോഴാണ് നീ ചോറും കൊണ്ടുവന്നത്. അതാണ് ഞാൻ എല്ലാം തട്ടിയെറിഞ്ഞ്. ഈ കയ്യ്, നശിച്ച കയ്യ്. ദേഷ്യം തണുത്തപ്പോ സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല.
എന്റെ ജാനിമോളെ അടിച്ചല്ലോ എന്ന് ഓർത്തപ്പോ പോയി ചത്ത് കളയാന്ന് തോന്നിപ്പോയി. അതുകൊണ്ട് പോയി നിറയെ കുടിച്ചു. സാരമില്ല, വന്ന് ചോറുണ്ട് വെച്ച് കിടന്നുറങ്ങിക്കോ. ഞാൻ വരത്തില്ല, പോ. ഒന്നുകൂടെ പറഞ്ഞേ. എനിക്ക് ചോറും വേണ്ട, ഒന്നും വേണ്ട. എന്റെ പൊന്നിയേട്ടനല്ലേ, വന്ന് ചോറ് കഴിക്ക്. വാ. പുതുവെള്ളം വന്ന സമയമല്ലേ, ഞാൻ വെളുപ്പിന് എണീറ്റ് പോയി. 5-6 നല്ല ചൂര കിട്ടി. 2 എണ്ണം വേണമെങ്കിൽ നീ എടുത്തോ, നമ്മുടെ ചട്ടം പേദ്ദേഹത്തിന് പൊരിച്ചു കൊടുക്കാം. ചേച്ചി കൂട്ടാൻ വെച്ചിട്ട് തന്നാ മതി. അയ്യോ, നിന്റെ കാലിൽ ആരാ പെണ്ണെ ചങ്ങലയിട്ടത്? എന്തൊക്കെ പറഞ്ഞാലും ആങ്ങളയ്ക്ക് പെങ്ങളോട് സ്നേഹമുണ്ട്. ഏതായാലും രാവിലത്തെ കോള് കൊള്ളാം. അപ്പൊ ഞാൻ പോട്ടെ. ചുട്ടു തിന്നുന്ന മീനിന്റെ സ്വാദൊന്ന് വേറെ തന്നെയാ. ഞാനും ഇതിനു മുമ്പ് മീൻ ചുട്ടു തിന്നിട്ടുണ്ടോ? ഉണക്കയില് ചുട്ടത് ചീനിപ്പുഴുക്കിന്റെ കൂടെ തിന്നിട്ടുണ്ട്. ഉണക്കമീൻ ചുടുന്നത് വെറും സാധാരണമാ. ചുട്ടു തിന്നണമെങ്കിൽ കരിമീൻ, കാരി, വരാലി ഇതൊക്കെ തന്നെ ചുട്ടു തിന്നണം. നിർത്ത്, തിന്നാൻ വേണ്ടി മാത്രം ജനിച്ചൊരു സാധനം. വെറുതെ കുശുമ്പ് പറയുന്നത് എന്തിനാ? വയറു നിറയെ തിന്നാനും വേണം ഭാഗ്യം. നിന്നെ കല്യാണം കഴിക്കുന്ന ഭാഗ്യദോഷി മീൻ വാങ്ങിച്ചെന്നെ കുത്തുവാളയെടുക്കും. താൻ അവിടെ മിണ്ടാതിരിക്കുന്നു, ശാല മീൻ തനിക്കും തരാം. എന്താ വിളിച്ചത്? താനെന്നോ? പിന്നെ അല്ലാണ്ട് എന്തോ വിളിക്കണം? മഹാരാജ വന്നോ? ഞാനൊരു മഹാരാജാവാടി. എന്നാല് ഞാൻ മഹാറാണിയാ. 2 കുട്ട കല്ല് വന്നപ്പോഴത്തേക്കും പെണ്ണിന് വന്നൊരു അഹങ്കാരം. എന്റെ തല കൊണ്ടല്ലേ ഞാൻ കല്ല് ചുമന്നത്. ഓഹോ, ആ ജോലി മേടിച്ചെന്നതിന്റെ പത്രാസായിരിക്കും. ഇതെന്തൊരു കഷ്ടമാ. 2 പേരും കൂടെ കണ്ടുപോയ തുടങ്ങും മഴക്ക്. ഈ നാട്ടിലെ ഒരേ ഒരു ചട്ടമ്പി നിന്റെ ചേട്ടൻ മാത്രമാണെന്ന അയാളുടെയും ചിങ്കിടിമാരുടെയൊക്കെ വിചാരം. ഞാനും സ്ഥലത്തെ ഒരു വലിയ ചട്ടമ്പിയാ. ചട്ടമ്പി ഒറ്റ ചവിട്ട് വെച്ചെന്ന് നീ ഒരു കൊല്ലം കഴിഞ്ഞ് അടിക്കൂ. പിന്നെ അയ്യോ, ആ മീൻ കരിഞ്ഞെന്നാ തോന്നുന്നത്. അയ്യോ എടാ ശങ്കുണ്ണി, ചോറ് പൊതികളെല്ലാം ഭദ്രമായി കൊടുത്ത് രൂപ സൂക്ഷിച്ച് മേടിച്ചോണ്ട് വരണം കേട്ടോ. ഇടിച്ചീലു ചിങ്ങരിച്ചോണ്ട് നിൽക്കാതെ ചെറുക്കനെ വേഗം പറഞ്ഞയക്കണം. ഞാൻ ചന്തയിൽ പോയിട്ട് വരാം. കട സൂക്ഷിച്ച് പോയിക്കോണ്ടേ. ചേട്ടാ നിക്ക ചേട്ടാ, എന്താ എത്ര ധൃതി? അയ്യേ, തലമുടി ഇരിക്കുന്ന കേട്ടോ. അയ്യോ, ഷർട്ട് ഇട്ടിരിക്കുന്ന ഒരു ചേല്. ചേട്ടാ,
ചേട്ടനൊരു പ്രേം നസീറോ മധുവോ ശിവാജി ഗണേശനോ ഒക്കെ ആയി തീരണോന്ന എന്റെ ആഗ്രഹം. അയ്യോ എനിക്ക് പോണം. വാസുണ്ണൻ വിദ്യ തഴോട്ടുണ്ടോ പോകുന്ന സമയമാ. ചേട്ടാ എനിക്കൊരു സമ്മാനം തന്നിട്ട് പോകും. സമ്മാനമോ? അയ്യേ അതും അറിയില്ലേ? ഇങ്ങനെ ഒരു തിരുമണ്ടൻ. ചേട്ടാ ചേട്ടന്റെ ശമ്പളം എല്ലാം കൂടെ ഒരുമിച്ച് തരാൻ അമ്മയോട് പറയണം. അതെല്ലാം കൂടെ ചേർത്ത് ഒരു മുറുക്കാൻ കട തുടങ്ങണം. സ്വന്തം കാലിൽ നിന്നിട്ട് വേണം എന്നെ കെട്ടാൻ. കൈവിടെ ഞാൻ പോട്ടെ. എന്താ വേലയൊക്കെ ഭംഗിയായി ചെയ്യുന്നുണ്ടോ അതോ ഉഴപ്പാണോ? അടിയനെല്ലാം ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ വേണം. ചോറ് തരുന്നത് ഈ തൊഴിലാണെന്ന കാര്യം മറക്കരുത്. എല്ലാം കണ്ടറിഞ്ഞ് ചെയ്യണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. കൊച്ചമ്മ പറയും പോലെ തന്നെ. ഇന്നെന്താ ജോലിക്ക് പോയില്ലേ? ഒരാഴ്ചത്തേക്ക് ചെലവിനുള്ളത് ഇന്നലെ കൊണ്ട് കിട്ടി. അതുകൊണ്ട് ഇന്നൽപ്പോ സൊള്ളിക്കളയാന്ന് വിചാരിച്ചു. എന്നാ നെല്ലിക്കാം. ഇയാൾക്ക് വലിയ ഇഷ്ടമില്ലയോ? ഇയാള് താൻ നിന്റെ വിളി കുറെ അതിരി കിടക്കുന്നുണ്ട്. അങ്ങനെ ഒന്നും വിളിക്കാനൊക്കാത്ത പരുവത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു വെക്കുക. നീ എന്നെ മെനക്കെടുത്താൻ വേണ്ടി തന്നെ വന്നിരിക്കുക. എണീറ്റ് പോ. കണ്ണുരുട്ടി കാണിക്കണ്ട. ഇതുകൊണ്ടൊന്നും വിരളുന്നവരല്ല കമലാക്ഷിയാ. ഒന്ന് പോയി തൊലയടി അശ്രീകരമേ. കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിന്റെ അടുത്ത് മര്യാദയായിട്ട് സംസാരിക്കണ. നിന്നെ ഞാൻ കല്യാണം കഴിക്കാനോ? എങ്കിൽ ഞാൻ പരിപാടിയിലായത് തന്നെ. ഏത് നേരത്താണോ ആ നല്ല സ്ത്രീക്ക് നിന്നെ പ്രസവിക്കാൻ തോന്നിയത്? അവർക്ക് പ്രസവ വേദന വന്നപ്പോൾ പ്രസവിച്ചു. താക്കോലോടെ വയ്ക്കുക. എടിയെ താക്കോലോടെ വയ്ക്കാൻ. ഇത് ഞാൻ എടുക്കുന്ന താക്കോലോടെ വയ്ക്കാൻ തലയാടിച്ചു പൊട്ടിക്കും. അത് തന്നെ അത് കാണണമല്ലോ.